എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം, മാർക്കറ്റ് ഓപ്പണിങ് CPR ലെവൽ, ഇതാണ് CPR ലെവൽ. CPR ലെവലിൻ്റെ ഉള്ളിൽ ഓപ്പണായി CPRൻ്റെ ഹയർ ലെവൽ ജസ്റ്റ് ടച്ച് ചെയ്തു കുത്തനെ ഇടിഞ്ഞിറങ്ങി S2 വരെ പോയി. അതായത് ഇത് പ്രീവിയസ് ഡേ ലോ S1 S2 പോയിട്ട് S2ന് മുകളിൽ കയറി പിന്നെ സപ്പോർട്ട് എടുത്തു. അവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് ജസ്റ്റ് ആ ഹൈയെ വന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും താഴോട്ടിറങ്ങി. മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് കാൽക്കുലേഷൻ വെച്ചിട്ട് മാർക്കറ്റ് 23,300 താഴെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് 23,300 താഴെ ഒരു പ്രാവശ്യം വരും. പക്ഷെങ്കിൽ അവിടുന്ന് അധികം 10, 100, 150, 200 പോയിൻ്റ് കൂടെ ചിലപ്പോൾ താഴോട്ട് പോയെന്നിരിക്കാം. പക്ഷെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് കവറിങ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സെക്ടർ റിയാലിറ്റി സെക്ടർ, പിന്നെ മെറ്റൽ സെക്ടർ, ഇതിനകത്തൊക്കെ കവറിങ് വരാൻ ചാൻസ് കൂടുതലാണ്. കവറിങ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ മാർക്കറ്റിൽ കാണുന്നൊരു ഹെവി കവറിങ് ഒന്നുമല്ല. ഒരു 5 to 10% ഷെയറിനകത്തൊക്കെ ചിലപ്പോൾ 5 to 10% മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇത് PSU ബാങ്ക്, അതുപോലെ മെറ്റൽ സെക്ടർ, അതുപോലെ പിന്നെ മെറ്റൽ സെക്ടർ. ഓക്കെ, വേറെ ഏതൊരു ഇൻഡെക്സ് ഉണ്ട്, ഞാനത് ഓർക്കുന്നില്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഗ്രൂപ്പിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ടറൊക്കെ ഓവർസോൾഡ് പൊസിഷനാണ്. അപ്പോൾ അവിടുന്ന് എന്തായാലും ഒരു ചെറിയ ഒരു അപ് ട്രെൻഡ് വരും. പക്ഷെങ്കിൽ നിഫ്റ്റി മൊത്തത്തിൽ ബിയറിഷ് ട്രെൻഡിലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹെവി അപ് ട്രെൻഡ് ഒരു 3.5 വർഷത്തോളം 4 വർഷത്തോളം നിന്നതിന് ശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലെവലാണ് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ലെവൽ. പക്ഷേ അതിന് താഴെ കണ്ടിന്യൂസ് ഇപ്പം 4 ദിവസമായിട്ട് താഴെ ട്രേഡിംഗ് ആണ്. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു റേഞ്ച്, അതായത് ഈ 23,300 എന്നുള്ളൊരു റേഞ്ച്, അവിടം തൊട്ട് ഈ ഒരു ലൈൻ വരെ പോകാം. ചിലപ്പോൾ ഈ ഒരു ലൈൻ വരെ ചിലപ്പോൾ പെട്ടെന്നൊരു ഒറ്റ ദിവസം തന്നെ ട്രെൻഡ് അവിടെ വന്നാൽ പെട്ടെന്ന് ഷാർപ്പ് കവറിങ് ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ഇൻഡെക്സിനകത്ത് ഏതെങ്കിലും നല്ലൊരു ഹെവി വെയ്റ്റിൻ്റെ നല്ലൊരു റിസൾട്ട് വന്നാൽ മതി. മാർക്കറ്റ് ഇൻഡെക്സിനകത്ത് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടും. എന്നാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് തിരിച്ച് കയറുകയാണെങ്കിൽ പോലും ഈ ഒരു ലെവല്, ഈ ഒരു ലെവല്, പിന്നെ അടുത്തൊരു ലെവല് മാക്സിമമാണ് ഇതിൻ്റെ ഈ ലെവല് മാക്സിമമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനിൽ അഥവാ ഒരു അപ് ട്രെൻഡ് വരുവാണെങ്കിൽ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പം നല്ലൊരു ഓവർസോൾഡ് പൊസിഷനോട്ട് പോയിട്ടുണ്ട്. ഏത് സമയത്തും നല്ലൊരു ബൗൺസി ഷെയർ ബാങ്ക് നിഫ്റ്റിയിൽ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ലെവല് 47 ഇതൊക്കെ വരുവാണെങ്കിൽ നല്ല ബൈയിങ് ചാൻസാണ് ഈ റേഞ്ച്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ റേഞ്ചിലോട്ട് പെട്ടെന്ന് വരുമെന്ന്. ഈ 48,700, 48,200 ആ റേഞ്ചിലോട്ട് വന്നിട്ട് തിരിച്ച് നല്ലൊരു ഹെവി ട്രെൻഡ് വന്നാൽ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കാം വരുന്ന 51, 52 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മിക്കവാറും നമ്മുടെ ഫെബ്രുവരിയിൽ നമ്മുടെ ബഡ്ജറ്റ് ടൈം ഉണ്ട്. ആ ടൈമിലേക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും ആയിരിക്കാം ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. എന്തായാലും ഇവിടുന്ന് വലിയൊരു അടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്നൊരു ചെറിയ കാലയളവിൽ വലിയൊരു സെല്ലിങ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടേതായിട്ടുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയറുകൾ എടുത്തിരുന്നു. പക്ഷേങ്കിൽ അതിനകത്ത് നമ്മൾ CPR സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആവറേജിൽ നിന്ന് മാത്രമേ ചാൻസ് കിട്ടിയുള്ളൂ. ആവറേജിൽ നിന്ന് നല്ല ചാൻസുകൾ കിട്ടി 3-4 ഷെയറിൽ. പക്ഷെങ്കിൽ നോർമൽ ചെയ്യുന്ന രീതിയിൽ പ്രീവിയസ് ഡേ ഹൈ R1 R2 അങ്ങനത്തെ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് ഷെയറുകൾ ആവറേജിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പം നോക്കുവാണെങ്കിൽ ആ ചാനലിൻ്റെ ഇതിനകത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. നോക്കട്ടെ, യൂട്യൂബ്.
യൂട്യൂബ് ഇതിനകത്ത് നമ്മളെ ഇത്രയും ഷെയറായിരുന്നു എടുത്തിരുന്നത്. ഇതിനകത്ത് ആവറേജ് ചാൻസ് ആണ് ഇതിനകത്ത് ആവറേജ് ചാൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2-3 ഷെയർ. ഇപ്പോൾ ആസ്ട്രാസെൻ ആണെങ്കിൽ പോലും 7274 ആ റേഞ്ച് വന്നോന്ന് അറിയത്തില്ല, നോക്കട്ടെ. 2-3 ഷെയർ തന്നു. അതേ ആസ്ട്രാസെൻ ഇല്ല, ആസ്ട്രാസെൻ വന്നിട്ടില്ലായിരുന്നു. സുന്ദരം ഫൈനാൻസ് വന്നിട്ടുണ്ടായിരുന്നു. സുന്ദരം ഫൈനാൻസ് ഞാനത് പ്രത്യേകിച്ച് കാണിക്കാൻ, ഈ ആവറേജ് വന്ന് ചെയ്യുന്നത് അത്ര വലിയ. സുന്ദരം ഫൈനാൻസിൻ്റെ ആവറേജ് വന്നിട്ട് 4671 ആണ്. പക്ഷെ അതിന് മുകളിൽ കയറിപ്പോയി. ഇതുണ്ടല്ലേ 4685 വരെ പോയിട്ട് നമ്മൾ 4671 താഴെ നിൽക്കാൻ തുടങ്ങിയാൽ നമ്മൾ ട്രേഡ് എടുത്താൽ ഇപ്പോൾ 4670 എന്നത് 4586 വരെ വന്നു. തിരിച്ച് വീണ്ടും പോയി ഹൈ പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടെ ഈ റേഞ്ചിലോട്ട് വരുന്നത് നോക്കുക. അതല്ല തിരിച്ച് വീണ്ടും 4671 റേഞ്ചിൽ താഴോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അവിടെ എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ നമുക്ക് 4520 നല്ല ഹെവി പ്രോഫിറ്റ് അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അതുപോലെ ക്ലീൻ സയൻസ് ഇതൊന്നും വന്നിട്ടില്ല. ആ ഒരു 1-2 ഷെയർ ഏതൊക്കെ ഷെയർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഇതങ്ങ് വിടുമോ. ഇന്നത്തേനെ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 R2 R3 റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഷെയർ തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് തന്ന ഷെയറിൽ തിരികെ റിവേഴ്സ് ആകുകയാണെങ്കിൽ നമ്മൾ ആ റേഞ്ചിൽ നിന്ന് നമ്മൾ സെല്ലെടുക്കും. ഏത് ലെവലിൽ നിന്നാണ് ഫസ്റ്റ് റിവേഴ്സ് ആണ് അവിടുന്ന് സെല്ലെടുക്കും. ഇത് പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ കാര്യം മനസ്സിലാകത്തില്ല. അപ്പം എൻ്റെ ചാനലിൻ്റെ ഇതിൽ പോവുക. അതിനകത്ത് പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ഇതുണ്ടല്ലേ മൈ CPR സൈറ്റിന് മുന്നേ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഇതിട്ടുണ്ട് ഇതുണ്ട് ഈ മൈ മോസ്റ്റ് സക്സസ്ഫുൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരെണ്ണം. ഇതിനകത്താണ് ഞാൻ ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റ് മാർക്കറ്റ് പ്രാക്ടീസുകൾ ചെയ്യാമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് പക്കാ സ്റ്റോപ്പ് ലോസ് വേണം. പിന്നെ കറക്റ്റ് നമ്മൾ ചാൻസ് കിട്ടുമ്പോൾ മാത്രമേ എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്കുന്നു. നമുക്കിത്രയേ ഉള്ളൂ. അത് കണ്ടു പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിനകത്ത് പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മാർക്കറ്റിലെ ലൈവ് മാർക്കറ്റ് ഒറിജിനൽ ട്രേഡ് തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് 5-10 ഷെയർ വെച്ച് ട്രേഡ് എടുത്താൽ മതി. കൂടുതൽ ട്രേഡ് എടുക്കും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ നമ്മൾ എടുത്തേക്കെന്ന് വെച്ചാൽ നാളത്തെ ഞാൻ കുറച്ച് 6 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 6 ഷെയറിനകത്ത് 1000 ഈ യൂണോമിൻഡ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് വന്ന് തിരിയുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. R1 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ അടിച്ചിട്ട് തിരിയുവാണെങ്കിൽ നമുക്ക് ചാൻസ്. അതല്ല ഒരു ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടിയാൽ R2 കിട്ടിയിട്ടിറങ്ങാൻ നല്ല ചാൻസ് ആയിരിക്കും. ഓറിയൻ ടെക് എന്ന് പറയുന്ന ഈ ഷെയറും R1 റേഞ്ചിൽ നിന്ന് കിട്ടിയാൽ നല്ലത്. അതല്ല R1 മാർക്കറ്റ് വീക്ക് ആണെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. RK Forge ഈ R1 റേഞ്ച് വന്നിട്ട് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ചാൻസ് ആയിരിക്കും. R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഈ 2 ലെവലിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സെല്ലിങ് കിട്ടാം. മസ്ഡായും എനിക്ക് തോന്നുന്നു ഈ R1 റേഞ്ച് ഓപ്പണിങ് ഡൗൺ ആണെങ്കിൽ ഇതൊക്കെ കയറി വരും ഷെയർ. ഇതിൻ്റെ ആവറേജ് നോക്കട്ടെ 1906. അപ്പം നാളെ മാർക്കറ്റ് ഡൗൺ ഓപ്പണിങ് വരാനാണ് ചാൻസ്. അങ്ങനെ വരുവാണെങ്കിൽ ഈ ഷെയർ താഴെ വന്ന് ഈ ആവറേജിൽ, അതായത് ഈ ആവറേജ് തൊട്ടിട്ട് കയറുവാണെങ്കിൽ ആവറേജിൽ നിന്ന് ചിലപ്പോൾ ഇതുണ്ടല്ലേ സെൻട്രൽ CPR ഉണ്ടല്ലേ 1891 ഇതിനും താഴെ ചിലപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടും ഈ ഷെയർ. ഇതിനകത്ത് ചിലപ്പം അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഡൗൺ ഓപ്പണിങ് വന്നിങ്ങനെ ഈ റേഞ്ചൊക്കെ വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ബൈ ചെയ്യാം ഈ ഷെയർ. ക്യൂബെക്സ് ട്യൂബ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ഹൈ വന്നിട്ട് ഇറങ്ങിയാലും എടുക്കാം, പക്ഷേ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നുറേസ എന്ന് പറയുന്ന ഷെയർ
R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഓക്കെ, കുറച്ച് ഷെയറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഷെയർസിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ടൈമിൽ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഷെയർ നല്ലത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇടാം. അതനുസരിച്ച് നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനൽസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.